ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ ഹുണ്ടായുടെ വൈറ്റ്ല ഷോറൂമിലാണ്. നമ്മുടെ ഏറ്റവും പുതിയ ഹുണ്ടായി അൽക്കസാറിന്റെ ലോഞ്ച് ആയിരുന്നു ഇന്നിപ്പം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ വന്നേക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഈ ഒരു ഗ്രില്ലാണ്. ആ ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ആ ഗ്രില്ല് വന്നേക്കുന്നത്. ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഗ്രില്ലിൽ സ്ലാറ്റുകളായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 360 ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു DRLs ആണ്. എച്ച് ഷേപ്ഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത്. അത് കണക്റ്റഡ് ആയിട്ട് പോയേക്കുന്നത് കാണാം നമുക്ക്. പിന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വെഹിക്കിളിനെല്ലാം വരുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാം, നല്ല വൈഡർ ആയിട്ടുള്ള ഒരു എയർ ഡാം കൊടുത്തേക്കുന്നത് കാണാം. അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ ഒരു സെൻസർ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ക്വാഡ് ബീം ഹെഡ്ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. LED ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലും സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. പിന്നെ നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന നല്ല കളറാണ് കൊടുത്തേക്കുന്നത്. എമറാൾഡ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് ഈ കളർ വന്നേക്കുന്നത്. പിന്നെ അതിന്റെ ബോണറ്റിൽ നോക്കി കഴിഞ്ഞാൽ പവർ ലൈൻസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് ഒക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബ്ലാക്ക് സിൽവർ ഫിനിഷ് ആണ് ഈ ഡയമണ്ട് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ് ആണ് ആ അലോയ്സിന് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫെൻഡറിന്റെ ഭാഗമൊക്കെ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഈ DCT എന്നുള്ള ഒരു ബാഡ്ജിങ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷന്റെ ആണ്. അത് വന്നിട്ട് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇന്നിപ്പം നമ്മൾ ഈ ഒരു റിവ്യൂവിന് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ വോക്കറൗണ്ട് ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് വരുന്നത്. അതിൽ വരുന്നത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഒരു എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. 1.5 ലിറ്ററിൽ നമുക്ക് CRDI ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മിററിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 360 ക്യാമറ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സൈഡിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റെയിൽ കൊടുത്തേക്കുന്നതാണ്. വളരെ സോളിഡുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ക്യാമ്പിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ടെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ABC പില്ലേഴ്സ് എല്ലാം ആ ഒരു രീതിയിൽ ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ലൈറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ബ്ലാക്കും ആ ഒരു ഗ്രീനും നമുക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല. എങ്കിലും നമ്മളൊരു ഫുൾ റിവ്യൂ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ കാണാം. പിന്നെ അതിന്റെ ഇവിടെ നമുക്ക് ആ ഒരു നമ്മുടെ സൈഡിൽ താഴെ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു സ്കേർട്ടിങ് പോലെ കൊടുത്തേക്കുന്നത് കാണാം. അതൊരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തേക്കുന്ന കാണാം. ഇത് നമുക്കൊരു 6 സീറ്റർ വെഹിക്കിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേർഡ് റോയിൽ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തേക്കുന്നത് നല്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അകത്തിരിക്കുന്നത്. നമുക്ക് വെളിയിലോട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നല്ല വിസിബിൾ ആകുന്ന രീതിയിൽ ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ആ ഒരു എച്ചിന്റെ ഒരു ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ടെയിൽ ലാമ്പിന്റെ ആ ഒരു ഡിസൈൻ ഫുള്ള് കൊടുത്തേക്കുന്നത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റർ, ഒരു ടെർബോ എന്നുള്ള ബാഡ്ജിങ് ഞാൻ പറഞ്ഞ 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് ആയതുകൊണ്ടാണ് ആ ടെർബോ എന്നുള്ള ബാഡ്ജിങ് വരുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബമ്പർ ഫുള്ള് ഒരു സിൽവർ മാറ്റ് സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ സെൻസർ കൊടുത്തിട്ടുണ്ട്. ക്യാമറ അതേ ഇവിടെ ബാക്കിൽ കൊടുത്തേക്കുന്നത് കാണാം. സിഗ്നേച്ചർ എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. മൊത്തം 4 വേരിയന്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. അതിൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഹുണ്ടായുടെ ലോഗോ നമുക്ക് ഇവിടെ കാണാം. D4 വാഷർ അതെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈസ്റ്റോ ലാമ്പ് കൊടുത്തേക്കുന്നത് കാണാം. മുകളിലായിട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിനെയും കൊടുത്തേക്കുന്നത് കാണാം. അപ്പൊ നമുക്കൊന്ന് ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഇതിപ്പോ നമുക്ക് തേർഡ് റോയും കൂടെ ഫുൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാലുള്ള ഒരു സ്പേസ് ആണ്. ഇതിൽ നമുക്കൊരു അത്യാവശ്യം ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ 2 ബാഗ്സും അല്ലെങ്കിൽ ഒരു ട്രോളിയൊക്കെ വെക്കാവുന്ന രീതിയിലാണ്. അത്യാവശ്യം ആ ഒരു സ്പേസ് കിട്ടും നമുക്ക്. യെസ്, ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇന്റീരിയർ ഡിസൈനോട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മുടെ അൽക്കസാറിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. വളരെ ഒരു എന്താ പറയുന്നത്, ഭയങ്കര ക്ലാസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ടാൻ കളറും ഇതൊരു ബ്ലൂ ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ എന്ന് പറയാം. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ സീറ്റിന്റെ ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, സീറ്റിന്റെ ആ ഒരു കളർ കൊടുക്കുന്ന ഒരു നേവി ബ്ലൂ കളറാണ്. കമ്പനി ഇതിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് നേവി ആൻഡ്
ആ ഒരു ടാൻ ഫിനിഷ് എന്നാണ് കമ്പനി ഇതിനെ ഈ ഒരു കളറിനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡിസൈനിൽ AC വെന്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രെറ്റയിൽ നമ്മളിപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്ന പുതിയ ക്രെറ്റയിലൊക്കെ കണ്ടുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് AC വെന്റ് കൊടുത്തേക്കുന്നത്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഒരു ഡിസൈൻ എലമെന്റ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 10.25 ഇഞ്ചിന്റെ 2 സ്ക്രീൻ, അത് പക്ഷേ ഒറ്റ സ്ക്രീനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് തന്നെയാണ് ഈ വെഹിക്കിളിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയാവുന്നത്. അതിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീച്ചേഴ്സ് ലിസ്റ്റ് ഒക്കെ പറയുന്നതാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലൈമട്രോണിക് AC ഇവന്റ് ഒക്കെ നമുക്ക് ഫുള്ളി കാണാൻ പറ്റും. ഇവിടെ ആ ക്ലൈമട്രോണിക് AC യൂണിറ്റ് നമുക്ക് കാണാം. അതിൽ വന്നിട്ട് നമുക്ക് എല്ലാം ഡ്യുവൽ AC കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോയിന്റ് കാണാം, Type C പോർട്ട് കാണാം, 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം, USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ട്രാക്ഷൻ നമുക്ക് കിട്ടും. ട്രാക്ഷൻ മോഡുകളുണ്ട്. നമുക്ക് 3 മോഡുണ്ട്. നമുക്ക് അതിൽ വന്നിട്ട് സാൻഡ്, മഡ്, സ്നോ എന്ന് പറയുന്നത് അങ്ങനെ 3 മോഡ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ ലിവറാണ് കാണുന്നത്. അതിൽ നമുക്ക് ഡ്രൈവ് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡ്രൈവ് ആണ് ആ രീതി അതും കൊടുത്തേക്കുന്നത് കാണാം. ഓട്ടോ ഹോൾഡ് കൊടുത്തേക്കുന്നത് കാണാം. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. ഇത് നമ്മുടെ 360 ക്യാമറ അതിൻ്റെ ആണ് കൊടുത്തേക്കുന്നത്. ഹിൽ ഡിസൈൻ കൺട്രോൾ. പിന്നെ നമുക്ക് ഈ 2 സീറ്റും ഈ ബാക്കിലത്തെ സീറ്റും അങ്ങനെ മൊത്തം 4 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണ് വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ഈ ഒരു സീറ്റ് എടുത്ത് പറയണം, വളരെ കംഫർട്ടബിൾ ആണ്, നല്ല ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഡ്രൈവർ സൈഡിലെ സീറ്റ് വന്നിട്ട് 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഇനി ഈ സീറ്റ് നമുക്ക് ഈ ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം. എന്നിട്ട് ഇപ്പം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചേക്കാം. ഇവിടെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ഒന്ന് ഇവിടെ ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ നമുക്കിവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബോസ് ഫീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതൊരു നല്ലൊരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കീ വരുന്നത്. ഹുണ്ടായിലെ വെഹിക്കിൾസിലെല്ലാം വരുന്ന ആ ഒരു ടൈപ്പ് കീ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ഉള്ള ഒരു രീതിയിൽ തന്നെയാണ്. വളരെ നല്ല ഭംഗിയുണ്ട് പിടിക്കാൻ, വളരെ സ്പോർട്ടി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ബോട്ടം രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സെൻറ്റർ ഭാഗത്തെല്ലാം നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് വളരെ സ്പോർട്ടി ഫീലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് പ്രധാന ഇപ്പം ഹുണ്ടായിലെ വെഹിക്കിൾസിനെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു മാഗ്നറ്റിക് ഹോൾഡർ കൊടുത്തേക്കുന്നതാണ്. നമ്മുടെ ഫോട്ടോ കൊളാഷ് ഒക്കെ നമുക്കിവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് കൊടുത്തേക്കുന്നത് കാണാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ പറയാൻ വിട്ടുപോയി, പനോരമിക് സൺറൂഫ് വരുന്നുണ്ട് വെഹിക്കിളിൽ. അത് നമുക്ക് അങ്ങ് തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് വരെ വേണമെങ്കിൽ അത്യാവശ്യം കാണാൻ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ അത്ര വലിയ ഒരു പനോരമിക് സൺറൂഫ് ആണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ സീറ്റും കൂടെ ഒന്ന് നോക്കാം. ആംബിയൻ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് വെഹിക്കിളിൽ വരുന്നത്. ഡോർ പോക്കറ്റ്സിലോട്ട് വന്ന് അവിടെ കാണാം. ഇതൊക്കെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫുൾ റിവ്യൂ നമ്മുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇന്നിപ്പോൾ നമ്മളൊരു വാക്ക് റൗണ്ട് വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്ക് സീറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പൊ നമ്മുടെ അൽക്കസാറിന്റെ റിയർ സീറ്റിൽ വന്നിട്ട് ഇതിപ്പോ ഒരു 6 സീറ്റർ കോൺഫിഗറേഷനിലാണ് വെഹിക്കിൾ കൊടുത്തേക്കുന്നത്. നമുക്ക് 7 സീറ്റർ കോൺഫിഗറേഷൻ വേണേലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബെഞ്ച് സീറ്റ് അല്ലെ സോഫ സീറ്റിലേക്ക് അങ്ങനെ വരും സെക്കൻഡ് റോയിൽ. ഇതിപ്പോ 6 സീറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് ബാക്കിലും ക്യാപ്റ്റൻ സീറ്റ് വരുന്നത്. ഇതിന് വേറൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് ആണ്. പിന്നെ വേറൊരു നല്ലൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ടൈ സപ്പോർട്ട് ഒക്കെ വളരെ അടിപൊളി ഒരു ഫീച്ചർ ആണെന്നുള്ള എടുത്ത് പറയണം. ആ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വിങ് സപ്പോർട്ടുള്ള നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇതിന്റെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു വിങ് സപ്പോർട്ടുള്ള. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഈ ഒരു സീറ്റിന്റെ ഈ ഒരു കളർ, ഒരു ടാൻ കളറും ഈ ഒരു ബ്ലൂവും കൂടെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ലക്ഷറി ഫീല് വെഹിക്കിളിനകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഡോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ അതേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാന അട്രാക്ഷൻ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ എടുത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ബാക്കിൽ നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. മൊബൈൽ ആ ഒരു പോർട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. മൊബൈൽ ഇതിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് ചാർജ് ആക്കാം. പിന്നെ ഇവിടെ അത് കൂടാതെ 2 Type C പോർട്ടും കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. ഇനി ഇതേണ്ട ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ലാപ്ടോപ്പ് ഹോൾഡർ കൊടുത്തേക്കുന്നതാണ്. ലാപ്ടോപ്പോ ഐപാഡോ ഒക്കെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും അതും കൊടുത്തേക്കുന്നത് കാണാം. ഇനി അത് കൂടാതെ കണ്ടോ, ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കോഫിയൊക്കെ ഇവിടെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിൽ. അതൊക്കെ അടിപൊളി ഒരു കാര്യമാണ്. 2 സീറ്റിലും കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്.
എൻ്റെ ഇവിടെ ഉണ്ടത്. ഇത് കവർ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാനത് എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ വേണ്ട ബാക്കിൽ നമുക്ക് ഈ ഒരു സൺ ഷെയ്ഡും നമുക്ക് കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ റീഡിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ പാനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തേർഡ് റോ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. നമുക്ക് ഡ്രൈവ് വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്നൊക്കെ നമുക്ക് കാണിക്കാം. ഇപ്പം നമുക്കത് അങ്ങനെ കയറിയിരുന്ന് കാണാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത്. പിന്നെ തന്നെയല്ല, ഞാനിപ്പോൾ അവിടെ കയറിയിരുന്നാൽ ഇപ്പോൾ ഒരു ഇരുട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര കിട്ടത്തുമില്ല. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് എഞ്ചിൻ പവേഴ്സും കൂടെ നമുക്ക് വെഹിക്കിളിൻ്റെ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.5 ലിറ്റർ ആണ് പെട്രോളിനും വരുന്നത്, ഡീസലിനും വരുന്നത്. ഡീസലിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 116 PS പവറും 253 Nm ടോർക്കുമാണ് ഡീസലിന്റെ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത്. പെട്രോളിലേക്ക് വരുമ്പോഴത്തേക്കും 160 PS പവറും 253 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അൽക്കസാറിന്റെ ഒരു ഡ്രൈവ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.